ഹായ് ഹലോ ലൈക്ക് ആൻഡ് ലൈവിലെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റിനെ കാണാൻ നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കുകയെന്നറിയാം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മഴവിൽ മനോരമയിലെ അർച്ചന ചേച്ചി LLBയിലെ പിങ്കി. ഒറിജിനൽ പേരാണ് പിങ്കി കണ്ണൻ. വാ. ഹായ് പിങ്കി. ഹലോ, വെൽക്കം. താങ്ക് യു. അപ്പോൾ നമ്മുടെ സീരിയൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴവിൽ മനോരമയിലെ അർച്ചന ചേച്ചി LLB ആണ്. എന്താണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയും. ഇപ്പോൾ 230+ എപ്പിസോഡ്സ് ആയി. ഓക്കെ. അപ്പോൾ സക്സസ്ഫുള്ളി പോയിക്കൊണ്ടിരിക്കുന്നു. റേറ്റിംഗും അത്യാവശ്യം നല്ല റേറ്റിംഗും ഉണ്ട്. അതെ. പിന്നെ അതിനകത്ത് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ കുറച്ച് കുശുംബി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ക്യാരക്ടർ നെയിം എന്തായിരുന്നു? ക്യാരക്ടർ നെയിം മഞ്ജു. മഞ്ജു. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു നെഗറ്റീവ് അല്ല, എന്നാൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ഒരു കുശുംബി. നെഗറ്റീവ് ആണത് നമ്മൾ ഓഡിയൻസിനെ കാണുമ്പോൾ. അങ്ങനെയാണ് ആദ്യം പറഞ്ഞിരുന്നത് നെഗറ്റീവ് ക്യാരക്ടർ എന്നാണ്. പക്ഷെ അത് വന്ന് അതിൻ്റെ ട്രാക്ക് വന്നപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒരു നിഷ്കളങ്കതയിൽ ചെയ്തു പോകുന്ന കുറെ പൊട്ടത്തരമില്ലേ, എന്നാൽ ഇവരാരും രക്ഷപ്പെടരുത് അങ്ങനത്തെ ഒരു മൈൻഡും ഉണ്ട്. ആർക്കെങ്കിലും സന്തോഷം വന്നാൽ ഒരു കുശുമ്പാണ്, എന്നാൽ എനിക്കെല്ലാം വേണം അങ്ങനെയാണ്. എന്നാൽ അബദ്ധം കാണിച്ച് ചെയ്യുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലും വന്ന് പറയുമ്പോൾ കൺവിൻസ്ഡ് ആവും. അങ്ങനെയൊക്കെ ഒരു അതിൽ അബദ്ധങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നു. റിയൽ ലൈഫിൽ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടോ? അബദ്ധങ്ങളൊക്കെ എൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരോടും വളരെ ഡീസെന്റ് ആണല്ലോ. അതെ, ഭയങ്കര സൈലന്റ് ആണ്. കാരണം നമ്മൾ ഭാവന എന്നുള്ള സീരിയൽ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പിങ്കി ഭയങ്കര സൈലന്റ് ആണ്. പിന്നെ എങ്ങനെ ഈ അഡ്വക്കേറ്റ് ആയത്? അതല്ല, ഞാൻ അങ്ങനെ പ്രാക്ടീസിങ് ഒന്നും ഇല്ല. എല്ലാം പൊളിഞ്ഞു ഗൈസ്, എല്ലാം പൊളിഞ്ഞു. പ്രാക്ടീസ് ഇല്ല. അപ്പോൾ നിങ്ങളുടെ സീരിയലും അർച്ചന LLB അതിന്റെ പേര് അങ്ങനെയാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അപ്പൊ എന്തെങ്കിലും അവർക്ക് ലോ പോയിന്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. സ്ക്രിപ്റ്റിന്റെ സമയത്ത് ബിഗിനിങ് സ്റ്റേജസിലൊക്കെ ഇൻ കോർട്ട് സീൻ വരുമ്പോൾ, കോടതിക്കകത്തുള്ള സീൻസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, ടെക്നിക്കലി നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ്സും കാര്യങ്ങളും. ആ സമയത്ത് സാർ എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു. അപ്പൊ ചെറിയ ചെറിയ അവർ ആ മൊമെന്റിൽ അവിടെ ഇരുന്നിട്ടായിരിക്കുമല്ലോ പലതും സീൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അന്നേരമൊക്കെ ചോദിക്കും. അപ്പൊ എങ്ങനെ ഈ സീരിയൽ ലൊക്കേഷനും ഈ നിങ്ങളുടെ ജോബും എല്ലാം കൂടെ എങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്? കാരണം ജോബും വേറൊരു റൂട്ടാണ്, നമ്മുടെ സീരിയൽ എന്ന് പറയുന്നത് വേറൊരു റൂട്ടാണ്. രണ്ടും കൂടെ ഒരേ ടൈമിൽ നമുക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോവാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ബേബി ഉണ്ട്, കുഞ്ഞുണ്ട്, ബേബി ഉണ്ട്. അപ്പൊ അതെല്ലാം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? അത് വന്നിട്ടടാ, നിനക്കറിയാലോ വർക്കിന്റെ ഒരു ടൈമിങ്ങും, മോർണിംഗ് പോയാൽ ഈവനിങ്. അതുകൊണ്ടാണ് ഞാൻ റെഗുലർ പ്രാക്ടീസിങ് ഇല്ല എന്ന് തന്നെ പറഞ്ഞത്. റെഗുലർ പ്രാക്ടീസ് നമുക്ക് പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഒരു ഓഫീസിൽ പോയി അങ്ങനെ ഒരു ലോയറായിട്ട് നമ്മൾ കോർട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അതൊന്ന് മാറിയിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോയി ചെയ്യാം, അങ്ങനെ പറ്റുന്നൊരു ജോലിയല്ല ഇത്. നമ്മുടെ ആ കേസ് വിളിക്കുന്ന സമയത്ത് ആ ക്ലയൻറ്റിന് അവൈലബിൾ ആയിരിക്കണം, നമ്മൾ കോടതിയിൽ അവൈലബിൾ ആയിരിക്കണം, അതിൻ്റെ എല്ലാ ഫോളോ അപ്സും നമ്മൾ ചെയ്തിരിക്കണം. ഒരെണ്ണം ആയിരിക്കില്ലല്ലോ, ഒത്തിരി കേസസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡെയിലി നമ്മൾ അപ്പിയറൻസ് അവിടെ മസ്റ്റാണ്. ഷൂട്ടും അതുകൊണ്ട് എനിക്കങ്ങനെ റെഗുലർ പ്രാക്ടീസിങ് ഇല്ല. പിന്നെ ഹസ്ബൻഡിന്റെ തന്നെ ഓഫീസാണ്. ഹസ്ബൻഡ് എന്ത് തോന്നിവാസം നടക്കുമല്ലോ. അല്ല, അങ്ങനെയല്ല, നമുക്കൊരു ലോ ഫേം ആണത്. അപ്പം പുള്ളി വൺ ഓഫ് ദി ആയിട്ടുണ്ട്. നമുക്ക് നാഗരാജ് സാർ എന്ന് പറയും, ലോ അക്കാഡമിയുടെ ഡയറക്ടറാണ്. പുള്ളിയുടെ ആണ് ഫേം, ലോ ഫേം സെൻട്രം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം പുള്ളി ഇവിടെ ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങള് സാറിന്റെ കോളേജിൽ തന്നെയാണ് പഠിച്ചത്, ലോ അക്കാഡമിയിൽ തന്നെയാണ് പഠിച്ചത്. അപ്പൊ പഠിച്ചത് എന്ന് പറയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരെയാണ്. എന്തൊക്കെയോ മണക്കുന്നുണ്ട്, ഒരു ലവ് സ്റ്റോറി ഒക്കെ മണക്കുന്നുണ്ട്. രണ്ടുപേരും അഡ്വക്കേറ്റ് ആണ്, പഠിച്ചത് ഒരുമിച്ചാണ്. എന്താണ് ലവ് സ്റ്റോറി? എന്തായാലും ലവ് മാരേജ് ആണെന്നുള്ളത് മനസ്സിലായി. പറഞ്ഞാട്ടെ. അക്കാഡമിയിൽ അവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. 2005 ബാച്ച്, 2005-2010 ബാച്ച്. +2 കഴിഞ്ഞിട്ടുള്ളൊരു 5 ഇയർ കോഴ്സ്. 5 ഇയർ ഇപ്പൊ പ്രേമിച്ചു. 5 വർഷം. അടിപൊളി. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ പ്രേമത്തിനെ കുറിച്ചൊക്കെ അങ്ങ് വിവരിക്ക്, കേക്കട്ടെ. വീട്ടിലൊക്കെ ആദ്യം പ്രശ്നം ആസ് യൂഷ്വൽ. പിന്നെ അന്നത്തെ സമയമല്ലേ. അതെ. ഇന്ന് പക്ഷെ കുറച്ചും കൂടെ ലിബറലാണ്. പിള്ളേരാണെങ്കിലും ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് കുറച്ചും കൂടി സ്റ്റേൺ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കും. അന്ന് ഡിസിഷൻ മേക്കിംഗ് ഒന്നും നമുക്ക് അത്ര സ്ട്രോങ് ആയിട്ട് പേരൻസിന്റെ അടുത്ത് പറയാൻ. സെയിം കാസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും അങ്ങനത്തെ ഒരു ഉള്ള ആളല്ല. വീട്ടുകാർക്ക് അങ്ങനത്തെ മോശം ചിന്താഗതികളൊക്കെ ഉള്ള മനുഷ്യരാണ്. പല അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടൊന്നും ഞാൻ ആ സൈഡിലോട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ എന്നോട് ഇങ്ങനെ ആദ്യമേ ഇവരിതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെയല്ലല്ലോ, ആ ഒരു കാര്യം നോക്കിയിട്ടാണോ ഇഷ്ടപ്പെടുന്നത്. ഫസ്റ്റ് പുള്ളി തന്നെയാണ് പറഞ്ഞത്. അത് ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പറഞ്ഞപ്പോ തന്നെ ഞാൻ യെസ് ഓക്കെ എന്താ പുള്ളിനെ ഇഷ്ടം ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അതുവരെ ഒരു ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്, +2 വരെ. അപ്പൊ നമ്മള് ആദ്യമായിട്ടാണ് ഒരു മിക്സഡിലേക്ക് പോകുന്നത്. അപ്പൊ അതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയപ്പോഴത്തേക്ക് എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു പറഞ്ഞു. പിന്നെ എങ്ങനെ വീട്ടിൽ എപ്പോഴാ അവതരിപ്പിച്ചേ? ഞാൻ അവതരിപ്പിച്ചല്ല, വീട്ടിൽ പിടിച്ചതാ. ഞങ്ങളുടെ പ്ലാൻ ഓക്കെ, ലഹനായി ഇഷ്ടപ്പെട്ടു, ഇനിയിപ്പം കല്യാണം കഴിക്കണം. അപ്പൊ ഞാൻ ആദ്യമേ ചോദിച്ചു കെട്ടാനാണെങ്കിൽ മാത്രം, കാരണം വെറുതെ ഇതായി നടന്നിട്ട് അവസാനം വീട്ടിലാണെങ്കിൽ വൻ സ്ട്രിക്റ്റ്. എൻ്റെ വീട്ടിൽ ഒന്നും ഒരിടത്തോട്ടും വിടത്തില്ല. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛന് ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല. കോളേജിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും, എന്നിട്ട് തിരിച്ച് കോളേജ് വിടുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ അച്ഛൻ വന്ന് ട്രിവാൻഡ്രത്ത് തന്നെ ലോ അക്കാഡമി പെരൂർക്കട, അവിടെ വന്ന് അച്ഛൻ വെയിറ്റ് ചെയ്യും 10 മിനിറ്റ് മുന്നേ. കോളേജ് വിട്ടിട്ട് ആരോടും മിണ്ടാൻ പോലും സമയമില്ല. അതിന്റെ ഇടയ്ക്കാണ് ഞങ്ങൾ സെറ്റ് ആയത്. കോളേജിനകത്ത് സെറ്റ് അത്രയും കോളേജിൽ ആ ടൈമിൽ തന്നെയാണോ ഈ പ്രേമമൊക്കെ? അങ്ങനെ തന്നെയാണോ? എന്തെങ്കിലും കറങ്ങാനൊക്കെ പോയിട്ടുണ്ടോ? എന്തെങ്കിലും ചാടിയൊക്കെ പോയിട്ടുണ്ടോ? ഫിലിം കാണാനും ക്ലാസ് കട്ട് ചെയ്ത് പോവായിരുന്നു സ്ഥിരം. ഞങ്ങള് പോകുന്ന കേൾക്കണം. ഞങ്ങള് പിന്നെ അവർക്ക് മനസ്സിലായല്ലോ കല്യാണ സമയമൊക്കെ ആയപ്പോ. സ്ഥിരം പോകുന്നത് മ്യൂസിയം പോവായിരുന്നു, സൂ പോവായിരുന്നു. അന്ന് അവിടെ അങ്ങനെ കോഫി ഷോപ്പിലൊന്നും പോയി അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ഇല്ല, കോഫി ഷോപ്പ് അങ്ങനത്തെ സംഭവങ്ങൾ, കഫേ അങ്ങനെയൊന്നും ഇല്ല. മാത്രമല്ല കണ്ണാടിനാണെങ്കിൽ പൊളിറ്റിക്സിലൊക്കെ ഉണ്ട്. ആ സമയത്ത് KSUവിന്റെ NSUവിന്റെ ഒക്കെ സ്റ്റേറ്റ് ലെവലില് പൊസിഷൻ ഹോൾഡ് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ പൊളിറ്റിക്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പുള്ളി എപ്പോഴും വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ടാണ് നടക്കുന്നത് കോളേജിലും. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ ഡിസ്റ്റൻസ് ഇട്ടാണ് നടക്കുക. പുള്ളി ഫ്രണ്ടിൽ പോവും, ഞാൻ ബാക്കിൽ. എന്നിട്ട് ഞങ്ങൾ ആ ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ ഒരുമിച്ചിരിക്കും. പക്ഷെ അത്ര എക്സ്പോസ്ഡ് ആയിട്ടൊന്നും. പിന്നെ എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അന്ന് മൊബൈലൊക്കെ ഭയങ്കര കുറവായിരുന്നു ആ സമയം. അപ്പൊ കുട്ടി മൊബൈൽ നോക്കിയയുടെ. അത് കഴിഞ്ഞ് മോട്ടോറോളയുടെ ഫോണായി. നോക്കിയയുടെ ഫോൺ വീട്ടിൽ പൊക്കി പൊട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞ് കണ്ണട മേടിച്ചെന്ന് മോട്ടോറോളയുടെ ഫോൺ. അപ്പൊ അതായിരുന്നു. അപ്പൊ ആ ഫോൺ രാത്രിയിൽ വിളിച്ചപ്പോ അനിയത്തി അടുത്ത് കിടപ്പുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഡിസ്പ്ലേ ലൈറ്റ് ഓൺ ആയപ്പോ കൊച്ചിന് മനസ്സിലായി ചാർജർ വെച്ചപ്പോ ചാർജർ ചൂടായി കിടക്കായിരുന്നു. ഇത് എവിടെ നിന്ന് ഈ ചാർജർ എന്ന് പറഞ്ഞാൽ അത് പിടിച്ചതായിരുന്നു. ഇത് അങ്ങനെയായിരുന്നു ഫോൺ ബുക്ക് ചെയ്യുക. അപ്പൊ ഇവള് അടുത്ത ദിവസം പോയി അമ്മയോട് പറഞ്ഞു, ചേച്ചി ആരോട് രാത്രി ഫോൺ സംസാരിക്കുന്നു. അങ്ങനെ വീട്ടിൽ പിടിച്ചു. പിന്നെ പറഞ്ഞു പഠിക്കാൻ പോകണ്ട, വീട്ടിലിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഒരു കോൺടാക്റ്റും ഇല്ലല്ലോ, വേറെ ആരെയും വിളിക്കാൻ പറ്റത്തില്ല. വീട്ടിലാണെങ്കിൽ സ്പീക്കർ ഫോണും. അപ്പൊ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാൽ ഇവർ സ്പീക്കർ ഓൺ ആക്കും, മിണ്ടിക്കോന്ന് പറയും, പിന്നെ എന്താ പറയാ. പക്ഷെ എൻ്റെ ഒരു സംസാരം രീതിയൊക്കെ വെച്ച് ഞാൻ 2 ദിവസമായിട്ട് കോളേജിൽ പോകുന്നില്ല. അപ്പൊ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ കണ്ണേട്ടൻ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിടാ ഇങ്ങനെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഫോണ് പാത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് സംസാരിക്കണം എന്നാണ് പറയണത്, അല്ലെങ്കിൽ ഇവർ ഓക്കെ ആവത്തില്ല, അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ രണ്ടും പഠിക്കാം, ഏജ് ഡിഫറൻസ് ഉണ്ട്, 3 years ഡിഫറൻസ് ഉണ്ട്. പക്ഷെ സ്റ്റിൽ പുള്ളിയും കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ കോളേജിൽ കയറി ഉടനെ കല്യാണക്കാരെ സംസാരിക്കാൻ വീട്ടിൽ നിന്ന് അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ നടക്കത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നെ പഠിക്കാൻ വിടത്തില്ല, അങ്ങനെ പറയുന്നത്, എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം. പിന്നെ ചേട്ടൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു, സെറ്റായി. അപ്പൊ മാരേജിന് ഇല്ല, വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവർ പറഞ്ഞു അവര് പിള്ളേരല്ലേ പഠിക്കുക. അപ്പൊ അവരാദ്യം വിചാരിച്ചു ഈ ഒരു ഏജിൽ വീട്ടുകാരെ കൊണ്ടുവരാൻ പറയുമ്പോൾ സാധാരണ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അപ്പൊ അത് ചെയ്തപ്പോൾ ഇവരിലേക്ക് കുറച്ച് ജെനുവിൻ ആയിരിക്കാം. പിന്നെ അവർക്ക് വിചാരിക്കുന്ന 5 years ഉണ്ട്, ഇതിന്റെ അകത്ത് എന്തായാലും ഇത് പൊട്ടിപ്പൊളിഞ്ഞു പോവും അങ്ങനെ അപ്പൊ അതുവരെ പഠിച്ചു കഴിയുമ്പോഴും ഇവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കാം, അന്നേരം നോക്കാം. കല്യാണം കഴിഞ്ഞ് എത്ര വർഷവും? 14 years ആയി. 14 years ആയി. ഓ, അപ്പൊ ലോങ് പീരീഡ് ആണ് അല്ലേ? 14ഉം 5 19 years ആയി. അടിപൊളി അടിപൊളി, സൂപ്പർ. അപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഫസ്റ്റ് സീരിയൽ ഏതായിരുന്നു? ഫസ്റ്റ് സീരിയൽ ദേവാങ്കര, അമൃത ടിവിയിൽ. എന്താ ഒരു ഫീൽ ഉണ്ടായേ? അപ്പോഴാ നമുക്ക് ഈ ടെക്നിക്കൽ സൈഡൊന്നും അറിയില്ലല്ലോ, ക്യാമറയ്ക്ക് ഫേവറബിൾ ആയി നിൽക്കണം, ലൈറ്റ് ക്യാച്ച് ചെയ്യണം, ഇങ്ങനെ സാധനങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ സീന ചേച്ചിയാണ് അതിൻ്റെ അകത്ത് ലീഡ് റോൾ ചെയ്തത്. ചേച്ചിക്ക് അതിനകത്ത് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡും കിട്ടി, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഇതായിരുന്നു അമൃതയിലെ. അപ്പോൾ ചേച്ചി 5 സ്ത്രീകളുടെ സ്റ്റോറിയായിരുന്നു, അതിൽ വൺ ഓഫ് ദ ആളായിട്ടാണ് ചെയ്തത്. പക്ഷെ 30 എപ്പിസോഡുകൾ മാത്രമുള്ളൊരു ചെറിയ സീരിയലാണ്. അമൃതയിൽ അങ്ങനെ ഒത്തിരി മെഗാ പോകുന്ന രീതിയില്ലായിരുന്നു. എത്ര വർഷവും ഈ ഫീൽഡിൽ വന്നിട്ട്? ഒരു 8 years ആവും. എത്ര സീരിയൽ ചെയ്തു ഓൾറെഡി? അത് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ഏതെന്നാ തോന്നിയേ?
ബെസ്റ്റ് ക്യാരക്ടർ എനിക്ക് തോന്നിയത് ജീവിത നൗക എന്ന് പറഞ്ഞ ശ്രീ മൂവീസിന്റെ അതിനകത്ത് ഒരു സാജൻ ചേട്ടൻ ചെയ്തൊരു സീരിയലിൽ നിതിൻ ഉണ്ടായിരുന്നു. അപ്പൊ നിതിന്റെ പേരായിട്ട് പ്രിയങ്ക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അത് അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ളൊരു കൂടുതലും ശ്രീ മൂവീസിന്റെ വർക്കുകളാണ് അതിലൂടെയാണ് വന്നത്. ദേവാങ്കര കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഓപ്പണിംഗ് വന്നതെല്ലാം ശ്രീ മഴവില്ലാണ് ചെയ്തിട്ടുള്ളത്. മഞ്ഞൾ വിരിഞ്ഞ പൂവ് അതിന്റെ അർത്ഥം ബിഗിനിങ്ങിൽ കാണുന്നതും മഴവില്ലാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. അപ്പൊ ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഇപ്പം ഷൂട്ടും കാര്യങ്ങളും വർക്കും കാര്യങ്ങളും കുഞ്ഞിന്റെ കാര്യം കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ടൈം കിട്ടോ? സമയം കിട്ടുന്നത് കുറവാണ്. പക്ഷെ വർക്കില്ലാത്ത സമയം കുക്കിംഗ് അറിയാം. അത്യാവശ്യം എല്ലാം ഉണ്ടാക്കും. അപ്പൊ ഈ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ ടൈമിൽ? നമുക്കിപ്പോ എന്തായാലും ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ബ്യൂട്ടി കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ആ ബ്യൂട്ടി കാര്യങ്ങളിലൊക്കെ എങ്ങനെ ടൈം കണ്ടെത്തുന്നു? എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഹോം റെമഡീസ് ആണോ അല്ലെങ്കിൽ ഹോം റെമഡി ചെയ്യാൻ എനിക്ക് മടിയായത് കൊണ്ട് തന്നെ ഞാൻ അല്ലാണ്ട് ഇപ്പൊ എനിക്ക് ഒത്തിരി പിമ്പിൾസ് വരുന്ന ഒരു സ്കിന്നാണ്, ഭയങ്കര ഓയിലി സ്കിന്നാണ് എൻ്റെ. നമ്മൾ ഈ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോഴും അത്രയും നേരം ലൈറ്റ് നിൽക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ഡള്ളാവും ഓയിലിയാവും. അപ്പം ഞാൻ അതിന് ഒരു സ്കിൻ റുട്ടീൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് പിമ്പിൾസ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടാബ്ലറ്റ് ഒക്കെ തന്നു. അതൊരു 1 മന്ത് കഴിച്ചു. അപ്പോൾ സ്കിൻ ഒന്നും കൂടെ ഡ്രൈ ആവും. അപ്പോൾ ഒത്തിരി വാട്ടർ ഇൻടേക്ക് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഒരു സ്കിന്നിന് സ്കാർസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു. ഒരു 2-3 സിറ്റിംഗ്. ഹെയർ റിമൂവൽ ആണോ ചെയ്തത്? അല്ല, ഹെയർ റിമൂവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്നാലും വീണ്ടും ഗ്രോ ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവരെങ്ങനെ 3-4 സിറ്റിംഗ് ഒക്കെ ചെയ്താലും പിന്നെയും നമുക്ക് എങ്ങനെയാണോ അതുണ്ട് അത് അങ്ങനെ തന്നെ വരുന്നില്ല. പക്ഷെ ഗ്രോത്ത് കുറവായിരിക്കും. പക്ഷെ പക്ഷെ നമ്മളത് കംപ്ലീറ്റ്ലി നിർത്തി വെച്ചോ. ഈ സിറ്റിംഗ്സ് പ്രോപ്പർലി എടുത്തില്ലെങ്കിൽ പിന്നും അത് തന്നെയല്ലേ. അതെ, പക്ഷെ ടൈമും കൂടുതലായിരിക്കും, ഗ്രോത്ത് കുറവായിരിക്കും. നമ്മളിപ്പം കറക്റ്റ് നല്ല ലേസർ ആയിരിക്കണം. ഞാൻ 2-3 തവണ ചെയ്തു. ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ നല്ല ലേസറും ചെയ്യണം. അതിന്റെ ചെയ്യുമ്പോൾ അതിന്റെ ഗ്രോത്തും കുറയും, നമുക്ക് ടൈം കൂടുതൽ. ഇപ്പോൾ വീക്ക്ലി ചെയ്യും, ചില വീക്ക്ലി ചെയ്യുന്നില്ല, ഒരു 20 ഡേയ്സിലൊക്കെ ചെയ്യുന്നവർക്ക് 1 മന്ത് കഴിഞ്ഞാലും ഗ്രോത്ത് കുറവായിരിക്കും. നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് തന്നെയായിരിക്കും. പക്ഷേ വേറെ ഹോം റെമഡീസ് ഒന്നും ചെയ്യുന്നില്ല ഇല്ല. അപ്പൊ എനിക്ക് ഹെയർ റിമൂവ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്ര വലിയ പിന്നെ എനിക്ക് ഒത്തിരി അങ്ങനെ ഫേഷ്യൽ ഹെയർ ആയിട്ടില്ല. പക്ഷെ അന്നേരം ഫേസ് ഇച്ചിരി ഒന്ന് ക്ലിയർ ആവുമല്ലോ, ഒരു ഗ്ലോ വരും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ തീരെ ലേസർ നമ്മൾ പിടിക്കുന്നത്. അങ്ങനെ ഒരു 3 സിറ്റിംഗ് ചെയ്ത് പിന്നെ ഞാൻ അതങ്ങ് ഉപേക്ഷിച്ചു. എല്ലാം അങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യാൻ ഒരു മടിയാണ്. ഹെയറിലാണ് ഞാൻ എൻ്റെ പണി മുഴുവൻ ചെയ്യുന്നത്. ഹെയർ കളറിങ്, ഹെയർ കട്ട് ചെയ്യും, അതിനെ പോയി ബൊട്ടോക്സ് ചെയ്യും, പിന്നെ പോയി ഞാൻ സെൽഫായിട്ട് തന്നെ കേൾ ചെയ്യും. ഇതിലാണ് ഞാൻ മൊത്തം പണിയുന്നത്. അങ്ങനെ കുറെ. ഇപ്പൊ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ, എന്തെങ്കിലും പാട്ട് പാടോ, ഡാൻസ് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാട്ട് പാടും? ഇല്ല. പാടും. ഒരു പാട്ട് പാടിക്കോ? കേൾക്കാം. ഞാൻ പാടിയ പിന്നെ ഈ ഫ്ലാറ്റ് ഒക്കെ പിടിഞ്ഞു വീഴും. ഫ്ലാറ്റ് പിങ്കിയുടെ പിങ്കിയുടെ സ്വന്തം അല്ല, ഞാൻ അതാ പറയാൻ പോലെ. പിങ്കിയുടെ സ്വന്തം ഫ്ലാറ്റ് അല്ല, പിങ്കി ഒറ്റയ്ക്കാണ് താമസിക്കുന്ന ഗൈസ്. അത് എല്ലാരും ഓർത്ത് വെക്കുക. ഒറ്റയ്ക്കാണ്. പുള്ളിക്കാരിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. വന്ന് കയറിയപ്പോ എന്നെ പേടിപ്പിച്ചു. പുള്ളിക്കാരിന്റെ ഹാപ്പിനെ കാണിച്ചിട്ട്. എന്താണ് ഹാപ്പി പട്ടിയാണ് കേട്ടോ, വേറെ നല്ല പട്ടി. എനിക്ക് ഞാൻ ശത്രുവാണ്. പട്ടി ഞാനും കൂടെ ശത്രുവാണ്. കുഞ്ഞു പട്ടി ഡോർ തുറന്നപ്പോഴേ ഇതിന്റെ വിളിയായിരുന്നു. ഞാൻ പേടിച്ച്. എന്റെ വിളി കേട്ട് ഫ്ലാറ്റിലുള്ള എല്ലാവരും ഡോർ തുറന്ന് നോക്കി. അതിങ്ങനെ പട്ടീനൊക്കെ എങ്ങനെ നോക്കാൻ സമയം കിട്ടും? അത് പക്ഷെ അത് ഭയങ്കര നമ്മുടെ ഒരു പാർട്ടാണ്, ഫാമിലി പോലെയാണ്, കുഞ്ഞിനെ പോലെയാണ്. നമുക്ക് ഒരു ഡോഗ് ഫീലിംഗ് ഇല്ല. ഞാനൊരു ഡോഗ് ലവറാണ്. ഞങ്ങൾക്ക് അതാണ്. കണ്ണേട്ടന്റെ കുടുംബ വീട് പട്ടത്താണ്. അവിടെ 2 പട്ടികളുണ്ട് ഞങ്ങൾക്ക്. ഒരു ബീഗിളുണ്ട്, പിന്നെ ഒരു സ്ട്രേ ഡോഗ്. അവനെ തെരുവ് നമ്മളെടുത്ത് കുഞ്ഞായിരുന്നപ്പോഴേ എടുത്ത് വളർത്തി. അങ്ങനെ 2 പേരുണ്ട്. ഇനി ഫ്ലാറ്റിലോട്ട് അതിനെയൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. ഇതാവുമ്പോൾ ഇതും അലൗഡ് ഒന്നുമില്ല. പക്ഷെ കുഞ്ഞായതുകൊണ്ട് ഇവന് അത്ര ബഹളമൊന്നുമില്ല. നമ്മുടെ അടുത്ത് ഭയങ്കര ഇപ്പൊ 3 years ആയി. ഹസ്ബൻഡ് എന്തായാലും പാർട്ടിപരമായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് ഈ പാർട്ടിയിൽ മെമ്പറായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ക്ഷണം വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നാൽ അത് നിൽക്കാൻ താല്പര്യമുണ്ടോ? എന്താണ് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സ്ഥാനാർത്ഥി അതെ അതെ. പുള്ളിയാണ് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആള്. എനിക്ക് എന്റേതായൊരു രാഷ്ട്രീയമുണ്ട്. രണ്ടും രണ്ടാണോ? രണ്ടാണോ? രണ്ട് അങ്ങനെയല്ല. ഞാനിപ്പോ നമുക്ക് അത് ഇപ്പൊ ഞാൻ അതിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് രണ്ടും 2 പാർട്ടിയാണ്. അതാണ്. അതുകൊണ്ട് എന്റെ രാഷ്ട്രീയം വേറെയാണ്. പുള്ളിയുടെ രാഷ്ട്രീയം വലതുപക്ഷമാണ്. ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്. അത് ശരി. അപ്പൊ അടി വെക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അതിനെല്ലാവർക്കും അതാണ് ഞങ്ങള് പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു രീതിയാണ്. അത് എൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ പോയി ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാനോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനോ
ഒന്നുമല്ല. നമുക്ക് മനസ്സുകൊണ്ട് ചില കാര്യങ്ങളോട് യോജിക്കാൻ പറ്റുന്നത് ഇടതുപക്ഷ ആശയങ്ങളോടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു അനുഭവമാണ് ഉള്ളത്. അപ്പൊ ഇപ്പോഴത്തെ രാഷ്ട്രീയം അറിയാലോ, നമ്മൾ എന്ത് കഴിക്കണോന്ന് വരെ തീരുമാനിച്ച് അറിയാലോ, ഞാൻ പറയാതെ തന്നെ അറിയാലോ. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? അത് പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അതെല്ലാം വളരെ വ്യക്തമായി അതാ പറയുന്ന, ആദ്യം പലരിലേക്കും വരും, ലാസ്റ്റ് നിങ്ങളെ തേടി എത്തും, അപ്പോഴേ നിങ്ങൾ അറിയുന്നുള്ളൂ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട്. അപ്പം അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയാതെ അതിൻ്റെ ഒരു ഭാഗമായി പോകുന്നു. അങ്ങനെ ഭാഗമായി പോകാതെ ഒരു വ്യക്തമായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ജനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ജനാധിപത്യം സ്റ്റിൽ അങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് പോകുന്നത്. അപ്പം ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു അതിപ്രസരം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൽ നിന്നെല്ലാം എൻ്റെതായ ഒരു കാഴ്ചപ്പാടുകൂടി കാണുന്ന ആളാണ്. അത് എൻ്റെ ഹസ്ബൻഡാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മെമ്പർ ആവാൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടി ക്ഷണം വന്നാൽ? അല്ല, അതിനൊക്കെ അത്രയും എന്താ കാലിബർ ഉള്ള ആൾക്കാർ. അപ്പം നമ്മളൊന്നും ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയാവുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇറങ്ങി നിന്ന്, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, സൊസൈറ്റിയെ സെർവ് ചെയ്യാന്നുള്ള ആളുകളിലേക്ക് നമ്മൾ എപ്പോഴും അവൈലബിൾ ആവുക, അങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ചെറിയ കാര്യമല്ല. ഇപ്പോൾ വൈഷ്ണയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും അവർ ഇപ്പം കുറച്ചും കൂടെ യൂത്തിനെ അല്ലേ കുറച്ച് പ്രോമിനൻസ് കൊടുക്കുന്നതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യൂത്തിന് കുറച്ചും കൂടെ പ്രോമിനൻസ് കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി അവർ വർക്ക്ഔട്ട് ചെയ്തിരുന്നത്. അത് കുറേയൊക്കെ സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അപ്പോൾ അതും ഈ ഇറങ്ങി നടന്ന ഒരു ക്യാമ്പയിനിങ് എന്ന് പറയാൻ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇത്രയും ദിവസം കണ്ടിന്യൂസ് വെയിലത്ത് ഇറങ്ങി നിന്ന് അപ്പം അത്രയും ഉള്ളിൽ അതിനോടുള്ള ഒരു പാഷൻ ഉണ്ടാവണം. അപ്പം നമുക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ട് എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഇറങ്ങി നിന്ന് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ എന്നുള്ളൊരു അത് വേറൊരു മൈൻഡ് സെറ്റാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ആദ്യം ചെയ്യാൻ വേണ്ടി മനസ്സിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഇന്നത് ചെയ്യണം, ഞാനൊന്ന് വിജയിച്ച് ഞാനൊരു സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? അത് ഇപ്പം ഒരു കൗൺസിലറായിട്ടാണ് ജയിച്ചു വരുന്നതെങ്കിൽ നമ്മുടെ വാർഡിലെ ആൾക്കാർക്ക് അവിടെ എന്താണ്, അപ്പോൾ ഓരോ പോസ്റ്റ് അനുസരിച്ചായിരിക്കുമല്ലോ. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു ഫീൽഡ് എൻ്റെ മനസ്സിലേ ഇല്ല, ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇപ്പം ഞാൻ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ വന്നു കഴിഞ്ഞാൽ അവർ ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ എനിക്ക് പറയാം. ലൈക്ക് ഇപ്പോൾ ഒരു ഇപ്പോൾ സിറ്റിയിലാണെങ്കിൽ പോലും കുറേയധികം ഉള്ളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ മെയിൻ സിറ്റി ഏരിയാസിൽ തന്നെയും കുറച്ചധികം കോളനികളും അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. അവിടത്തേക്ക് വൃത്തിയില്ലായ്മ, അവിടെ കുഞ്ഞുങ്ങൾ, അപ്പോൾ ഇവിടെ എല്ലാം പ്രോപ്പറായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം കൊണ്ടുവരിക, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെയെല്ലാം അത് വാർഡ് തലത്തിൽ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. വേസ്റ്റ് മാനേജ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ റോഡുകൾ നന്നാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കണം നമ്മൾ ഉദ്ദേശിക്കുക. പിന്നെ ഈ കൗൺസിലർ ആണെങ്കിൽ നമ്മൾ എന്ത് ആവശ്യത്തിന് വിളിച്ചാലും അവർ ഓടിയെത്തുന്ന ഒരു രീതിയാണ്. നമ്മുടെ കുടുംബക്കാർക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ആൾക്കാർക്ക് 24/7 ആൾക്കാർക്ക് അവൈലബിൾ ആവുക, അതെ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെ ഉള്ളതായിരിക്കും. ഈ വിവാദങ്ങളെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? ഇപ്പം നമ്മുടെ ഈ ഫീൽഡിൽ തന്നെ അറിയാലോ, കുറേ പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ട് രക്ഷപ്പെട്ട് തിരിച്ചു വന്ന കുറേ പേരുണ്ട് നമ്മുടെ ഈ ഫീൽഡിൽ തന്നെ, സിനിമാ ഫീൽഡിൽ തന്നെ. അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ള? ഈ വിവാദത്തിനെ കുറിച്ച്, ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ പെട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരാൾ വന്നപ്പോൾ അതെങ്ങനെ നോക്കിക്കാണുന്നു അതിനെ? പുതിയ മൂവി കണ്ടു എന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ ഒരു മൂവി ഇറങ്ങിയല്ലോ, ആ മൂവിയിലുള്ള ആള് ഭയങ്കര പ്രശ്നങ്ങളിൽ പെട്ടിട്ട് ആ ആൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കിട്ടി. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? ഒരു അഡ്വക്കേറ്റ് അല്ലേ ആയിട്ടുള്ള ഇത് കിട്ടിയ അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കോടതി വിധിയല്ലേ? അതെ. അപ്പൊ കോടതിയിൽ അത് അങ്ങനെ എവിഡൻസ് അങ്ങനെ ആയത്. പിങ്കിയുടെ പോയിന്റ് ഓഫ് വ്യൂവില് പിങ്കിക്ക് എന്ത് തോന്നുന്നു? ആ ആള് ജെനുവിൻ ആണോ? ആ ആള് അതിന് അർഹനാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയില്ല, കാരണം നമ്മൾക്കെല്ലാം കേട്ട് കേൾവിയാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ഈ എത്ര യൂട്യൂബ് ചാനലുകളിലാണ് ഓരോ വിഷയത്തിനെ കുറിച്ച് പല പെർസ്പെക്റ്റീവിൽ പറയുന്നത്. ഒരു മനുഷ്യൻ അറിയാത്ത കാര്യങ്ങൾ പറയുന്നു. അവർ ഇപ്പോൾ ഞാൻ പറയട്ടെ, എല്ലാവരുടെയും പ്രൈവസി എല്ലാം മാനിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ ഇതാവുകയാണ്. പിന്നെ കോടതിയിൽ വന്നൊരു വിധി, അപ്പോൾ അതിനെക്കുറിച്ചൊരു കമൻറ്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ ഞാൻ ആസ് എ ലോയർ ഞാൻ ഒട്ടും എനിക്ക് പഞ്ഞിക്കിടും. കോടതി വിധി നമ്മളത് റെസ്പെക്ട് ചെയ്യണമല്ലോ. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതിലാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത്. പിന്നെയും ഫർദർ ഇനി ഉണ്ടല്ലോ,
മേൽക്കോടതിയും എല്ലാം ഉണ്ടല്ലോ. അപ്പം ലെറ്റ്സ് സീ. ഓക്കെ, അപ്പം നമ്മുടെ ഈ സിനിമയിൽ വരെ രാഷ്ട്രീയം ഒരുപാട് ഇടപെടുന്നുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തന്നെ. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പം നമ്മുടെ ജനനായകൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ, ഹാൾ എന്നുള്ളൊരു മൂവി. അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അതായത് കലയ്ക്ക് എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ കലാകാരൻ്റെ അയാളുടെ ഒരു സൃഷ്ടിയാണത്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയം കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇപ്പോൾ പണ്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം വന്നുകൊണ്ട് പറയാം, നിർമ്മാല്യം എന്ന് പറഞ്ഞ സിനിമ പണ്ടാണ് ഇറങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് മൂർത്തിയുടെ മുന്നിൽ മുറുക്കി തുപ്പുന്നതാണ് അതിൻ്റെ അകത്തത്. അത് ഇന്ന് ചെയ്യാൻ പറ്റുമായിരുന്നോ എന്ന് ചോദിക്കുന്നവരുന്നുണ്ട്. അതാണ് കാലം മാറി. നമ്മൾ പറയുന്നത് നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി എന്നാണ് പറയുന്നത്. പക്ഷെ അല്ല, അന്ന് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ചെയ്യാൻ നമ്മൾ പേടിക്കണം. പല പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആവുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേ. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നുള്ളൊരു ആ ഒരു ഫാക്ടറും കൂടി ശ്രദ്ധിച്ച് വേണം സംസാരിക്കണം. ഇപ്പം ഇവിടെ നിന്ന് സുമി എന്നോട് പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും ഞാൻ പല പെർസ്പെക്റ്റീവിൽ ചിന്തിക്കണം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഞാനൊരു ലോയറാണ്, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്, ഒരു പൊളിറ്റീഷ്യനായിട്ട് നിൽക്കുന്ന ഒരാളുടെ വൈഫാണ്. അപ്പോൾ ഈ ഒരു മേഖലയെയും ഇൻഫ്ലുവൻസ് ചെയ്യാത്ത രീതിയിലായിരിക്കണം ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. അത് പെട്ടെന്ന് വന്നൊരു ചോദ്യം എന്നിലേക്ക് തരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആൻസർ ചിലപ്പോൾ ഇത്രയും ചെറിയ ലിമിറ്റഡ് ടൈമിൽ എനിക്ക് അങ്ങനെ ഫ്രെയിം ചെയ്ത് തരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വേണം ഞാൻ ആൻസർ ചെയ്യണം. അപ്പം സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഉത്തരത്തിന് ഇത്രയും കാര്യങ്ങൾ നോക്കിയാണ് ഞാനൊരു വ്യക്തി മറുപടി പറയേണ്ടത്. ഇന്നത്തെ കാലം അത് തന്നെയാണ്. അപ്പം അങ്ങനെ വേണ്ട, ഒരു മനുഷ്യൻ്റെ ചിന്താഗതിക്ക് എന്താ പറയണ വിലങ്ങിടരുത്. അതായത് ഒരു കലാകാരൻ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇപ്പോൾ പുസ്തകങ്ങൾ, സിനിമ മാത്രമല്ല പുസ്തകങ്ങളും പല മീശ പോലുള്ള പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നില്ലേ, ഓരോ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് അത് ബാൻ ചെയ്യണം, ഇനി ആരും വായിക്കരുത്, അങ്ങനെ കുറേ. എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അത് നിസാര ഒരു റീല് ചെയ്തപ്പോൾ തന്നെ വെള്ളരിപ്രാവെന്നുള്ള ഒരു റീല് ചെയ്തപ്പോൾ തന്നെ അതിലൊരു പൊട്ട് മാറ്റി തലയിൽ തുണിയിട്ടു. ആ ഒരു സാധനം ചെയ്തത് അതൊരു ലവ് കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടി ആ മൂവിയിൽ ചെയ്തിരിക്കുന്നത് എന്താ, അവള് പൊട്ട് മാറ്റി മിററിൽ നോക്കി മാറ്റിയിട്ട് തുണി എടുത്തിടുമായിരുന്നു, തലയിൽ തുണി എടുത്തിടുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ലവ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെയർ അപ്പൊ പുള്ളി തന്നെ ചെയ്യട്ടെ, അത്രയും സ്ട്രോങ് കാണിക്കാൻ വേണ്ടി പുള്ളി തന്നെ ഇങ്ങനെ പൊട്ട് മാറ്റിയിട്ട് തലയിൽ തുണിയിട്ട്. ദൈവമേ, അതിന് ഞാൻ ഇനി കേൾക്കാനൊന്നുമില്ല. സൈബർ സെല്ലിൽ പോയി, പിന്നെ വേറെ പോലീസ് സ്റ്റേഷനിൽ പോയി എൻ്റെ സ്റ്റേറ്റ്മെന്റിന് വേണ്ടി. അപ്പൊ ഇയാൾ പറഞ്ഞ പോലെ ശരിയാണ്, ഈ ഒരു എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചെയ്യുമ്പം ഭയങ്കര വളരെയധികം സൂക്ഷിച്ചു വേണം അത് ചെയ്യാൻ വേണ്ടി. എനിക്ക് പണി കിട്ടിയതാ ഇത്. നമ്മളിപ്പോൾ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഒരു ഇപ്പോൾ എന്താ പറയുക, പബ്ലിക് ഒരു ആൾക്കാരിലേക്ക് ശ്രദ്ധ നേടിയ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ഇപ്പം ഈ ഇടയ്ക്ക് സിദ്ധാർത്ഥിൻ്റെ ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ, അറിയാവോ? നമ്മുടെ പുള്ളി കോട്ടയത്ത് കാർ ഇടിച്ചിട്ട് സിദ്ധാർത്ഥ് തട്ടിമുട്ടിയും അവൻ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി വീണ്ടും വേറെ ആളെ പോയി ഇടിക്കാനുണ്ട്. അതെല്ലാം നമ്മൾ പിന്നീടാണ് അതിലെ കാര്യങ്ങളിലേക്കൊക്കെ അറിയുന്നത്, അതിന്റെ ഫാക്ട്സ് ഒക്കെ. പക്ഷെ അതിന്റെ അടുത്ത ദിവസം രാവിലെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കാണുന്നത് ഇവനെ റോഡിലിട്ട് തല്ലുന്നു, ഇവന്റെ കഴുത്തിൽ തുണി ചുറ്റി വെക്കുന്നു, ഇവനെ റോഡിൽ ഇട്ടിരിക്കുന്നു, കഴുത്തിലും കാലിലും കൂടെ ഒന്നിച്ച് കെട്ടിയിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം മനുഷ്യത്വം എന്ത് പറ്റിയ, പക്ഷെ എല്ലാ ന്യൂസ് ചാനലിലും ഇയാള് വെള്ളം അടിച്ചിട്ട് കാണിക്കുന്നത് കണ്ടോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം എനിക്കിതിന്റെ എന്താണ് പിന്നിൽ നടന്നത്, നമ്മളിപ്പോ എന്താണ് എല്ലാം ക്യാപ്സ്യൂൾ രീതിയിലാണല്ലോ കാണുന്നത്. പണ്ട് പത്രം വായിക്കുമ്പോഴാണ് നമ്മളെല്ലാം വിശദമായി. ഇന്നൊരു ഇൻസ്റ്റയിലൊരു ഇത് കാണുമ്പോൾ അത്രേ ഉള്ളൂ, എന്ത് പറ്റി, പിന്നെ കമന്റ്സ് എടുത്ത് നോക്കി, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ രീതി. അപ്പൊ ഞാനത് എനിക്ക് തോന്നി, അയ്യോ എന്താ ഇവനെ എന്തിനു ഇങ്ങനെ ചെയ്യുന്നു, ഓക്കെ ഇവൻ ചെയ്തത് റോങ് ആണ്, പക്ഷെ ആൾക്കാർ എന്തിനു ഇവനെ കയ്യേറ്റം ചെയ്യുന്നു എന്നാണ് എനിക്ക് ഫസ്റ്റ് തോട്ട് പോയത്. അപ്പൊ ജിഷിൻ ചേട്ടൻ അതിനെ ബേസ് ചെയ്തൊരു ലൈവ് ഇട്ടു. ആദ്യമായിട്ട് ജിഷിൻ മോഹൻ പുള്ളിയാണ് ആദ്യമായിട്ട് ഇത് എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു. ഒരു കോ ആർട്ടിസ്റ്റ് ആണ്. പിന്നെ സാധാരണഗതിയിൽ ഇപ്പൊ സെലിബ്രിറ്റീസ് അല്ല ആരാണെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പബ്ലിക്കിനുള്ള ഒരു മനോഭാവമാണ് ഫോൺ എടുത്തത് പകർത്തുക, അവരുടെ തന്നെ ഒരു സമ്മതമോ ഒന്നും കൂടാതെ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ടു കൊടുക്കുക, ആൾക്കാരുടെ കമന്റ്സിന് അത് ഷോക്കേസ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതി എല്ലാവർക്കും ഉണ്ട്. അതിന് സെലിബ്രിറ്റി ആവണമെന്നില്ല, ഒരു സാധാരണ ആളാണെങ്കിൽ പോലും അടുത്ത ദിവസം അയാൾ വൈറലാണ് എന്ത് കാര്യത്തിനാണെങ്കിലും. അപ്പൊ ഇതിന്റെ എന്താണ് അതിലെ ശരി തെറ്റുകൾ എന്നുള്ളത് ഇവിടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അയാളുടെ ഭാഗം ആരും കേൾക്കുന്നില്ല, മറ്റൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ചേട്ടൻ അങ്ങനെ പറഞ്ഞു, എന്തിനാണ് ഇവൻ ഇത്രയും ഇട്ട് ആൾക്കാർ കയ്യേറ്റം ചെയ്യേണ്ട കാര്യം, അവൻ ചെയ്തത് തെറ്റാണ്, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് തെറ്റ് തന്നെയാണ്, അത് ആര് ചെയ്തല്ല. അത് മാത്രമല്ല, അതുകൊണ്ട് ഓടിച്ച ഒരാളെ ഇടിച്ചിട്ടു, ആ ആള് പിന്നീട് മരിച്ചു. അപ്പോൾ ഒരു ലൈഫാണ് അവിടെ പോയത്. അത് ചെയ്യാൻ പാടില്ല ആരാണെങ്കിലും, അത് ലൈസൻസ് ചെയ്യാൻ അതിനുള്ള. പക്ഷെ അതേപോലെ അല്ലെങ്കിൽ ഇപ്പം അയാൾ മരിക്കുന്നതിന് മുന്നേ ആ നെക്സ്റ്റ് ഡേ ആണ് ഈ ഒരു ഇത് വന്നത്. അപ്പോൾ പുള്ളി അങ്ങനെ ഇട്ടപ്പോൾ ഞാനും താഴെ ഒരു കമൻറ്റ് ഇട്ടു, യെസ് എന്താണ് ആബ്സല്യൂട്ട്ലി
ഐ ഓൾസോ ഫെൽ ദ സെയിം, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് എന്നൊരു സാധനം എനിക്കും അത് തോന്നി, ശരിയാണല്ലോ എന്നൊരു കമന്റ് ചെയ്തതിന് ജിഷ്ണു എന്താ പറഞ്ഞു? ജിഷ്ണയുടെ പറഞ്ഞെന്ന് വെച്ചാൽ അവൻ എന്തിനാ ഇത്രയും ആൾക്കാർ എന്തിനാ കയ്യേറ്റം ചെയ്ത, കാരണം ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അല്ല ആരാണെങ്കിലും ഇപ്പൊ ആൾക്കാർ കയ്യേറ്റം ചെയ്യണം, അത് നമ്മൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെയാണെങ്കിൽ പോലീസും കോടതിയൊന്നും ഇവിടെ ആവശ്യമില്ലല്ലോ. ആൾക്കാരുടെ കയ്യിലേക്ക് ഇപ്പം മധുവിനെ കയ്യേറ്റം ചെയ്തത് എന്താണ്, അപ്പൊ ഓരോരുത്തരും നടക്കുന്ന വേറെ വേറെ പെർസ്പെക്റ്റീവിലാണ്. അപ്പൊ ഇത് അതുമായിട്ട് ഞാൻ കൂട്ടി യോജിപ്പിക്കുന്നതല്ല, ഇത് ഡ്രാസ്റ്റിക് ചേഞ്ച് ഉള്ള കാര്യമാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടുപേരെ തട്ടിയിട്ട് പുള്ളി നിർത്താതെ പോയി, അങ്ങനെ ആയതുകൊണ്ടാണ് ആൾക്കാർ അന്നേരത്തെ ആ ഒരു ടെമ്പറിൽ അത് ചെയ്തത്. വാട്ടെവർ അങ്ങനെ ആണെങ്കിൽ പോലും ജനങ്ങൾ അത് കയ്യിലെടുത്ത ആ ഒരു കാര്യം, ആ ഒരു ആക്ട് അത് ശരിയല്ല എന്നുള്ളത് ഒരു ലോയർ എന്നുള്ള രീതിയിൽ എനിക്ക് പെട്ടെന്ന് തോന്നി. അപ്പുറത്തെ വശത്ത് കൊണ്ട് ഓക്കെ അത് ശരിയാണ്, പക്ഷെ ഈ ചെയ്ത സാധനം ശരിയല്ല എന്നുള്ളതാണ് ഞാൻ അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തത്. നിയമപരമായിട്ട് ആ ഒരു കമന്റിന് ഏകദേശം 5000+ ലൈക്ക് ഒക്കെ പോയിട്ട് അതിന്റെ താഴെ കുറെ കമന്റുകൾ. അതാ ഞാൻ പറഞ്ഞ ഒരു അഭിപ്രായം പറയാൻ ഇപ്പൊ പറ്റുന്നില്ല എന്നുള്ളത്. എന്താണ് നിനക്ക്, എന്താണ് നീ ഒരു വക്കീലല്ലേ, നിനക്ക് ഇങ്ങനെ തോന്നും. അവൻ ചെയ്ത ആക്ടിനെ ന്യായീകരിച്ചതല്ല, എന്തിന് ആൾക്കാർ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. കാരണം ആ വീഡിയോയിൽ പുള്ളിയും പറഞ്ഞത് അതാണ്, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. അപ്പൊ ഇതാണ് വലിയൊരു പ്രശ്നമായി മാറി. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പം ഈ ചികിത്സയിലായിരുന്ന ആള് മരിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഈശ്വര അങ്ങനെ ആയോ, അപ്പം നമ്മളിതാ അതിനുശേഷം മരിച്ചു, ഇപ്പൊ നിനക്ക് സമാധാനമായോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആൾക്കാരെ കമന്റ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും എന്താണോ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അതേ രീതിയിലല്ല കൺസീവ് ചെയ്യുന്നത്. എടുക്കില്ല. എല്ലാരും ജഡ്ജ്മെന്റൽ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. അതാണ് ഒന്നും അഭിപ്രായം പറയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇതാണ് ഇപ്പോഴത്തെ. അപ്പൊ ഇത്രയും ഇപ്പൊ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു. ആക്ച്വലി എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല സത്യം. ഈ എന്താ ഇടതെന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ അത് സെലക്ട് ചെയ്യാൻ കാര്യം എന്താ പറ. ഞാൻ പറഞ്ഞില്ല, ആശയപരമായിട്ട് എനിക്കതിനോട് ഇപ്പം ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ള മനുഷ്യരെ കുറിച്ച് കൂടെ ഞാൻ കൺസേൺഡ് ആവണം. അതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. എന്താണ്, നമ്മളെ ഒപ്പം ഉള്ളവനെയും കൂടി നമ്മൾ ചേർത്ത് ചിന്തിക്കുന്നു. പിന്നെ ഇപ്പം നേരത്തെ ചോദിച്ചില്ലേ എന്തിനിടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് കാലത്ത് നമ്മൾ കുറേ വെല്ലുവിളികൾ നേരിടുന്നുണ്ടല്ലോ. ഇപ്പം സിനിമ പോലുള്ള മീഡിയമിനെല്ലാം വരുന്ന റെസ്ട്രിക്ഷൻസ്, ഒരു കാര്യം തുറന്നു പറയാൻ, അഭിപ്രായം പറയാൻ നമ്മൾ പേടിക്കേണ്ട പല സാഹചര്യങ്ങൾ, ഇതെല്ലാം ഇനിയും അങ്ങോട്ടേക്ക് വളരെ ഒരു നമ്മൾ നിയന്ത്രണാതീതമായി നമ്മളെ എന്താ പറയുക, നമ്മൾ ചെയിൻഡ് ആവാതിരിക്കണമെങ്കിൽ ഇടതുണ്ടാവണം. അപ്പൊ ഇപ്പൊ 2 തവണ ഇടതാണ് ഭരിച്ചത്, അപ്പൊ ഇനി 3ാമത്തെ തവണയും വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, ഇഷ്ടം. ഓക്കെ, അപ്പൊ എന്തായാലും രാഷ്ട്രീയത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ ഒരുപാട് സംസാരിച്ചു. എനിക്ക് കൂടുതൽ ചോദിക്കാനും അറിയില്ല, അതാണ് വാസ്തവം. അതല്ല, ഇത് ഇപ്പൊ ഇഷ്ടപ്പെട്ട നേതാവാരാ? ഇഷ്ടപ്പെട്ട നേതാവ് ഇടതെന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട നേതാവായിരിക്കും പിണറായി സഖാവ് തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല രീതിയിൽ സംസാരിച്ചു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നന്നായിട്ട് സംസാരിച്ചു കേട്ടോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം പിങ്കി വളരെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ആളാണ് കേട്ടോ. ഒരു ഡാൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഭാവനയുടെ 1000 എപ്പിസോഡ് പൂർത്തിയായപ്പോ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഏതായിരുന്നു ആ പാട്ട്? മാലിന്യയുടെ തീരം. അപ്പൊ ഞാൻ മനസ്സിൽ വെച്ചു ഇവൾക്ക് പറ്റിയ പാട്ട് എന്നെ കൊടുത്തു ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഇത്രത്തോളം സംസാരിക്കാൻ അറിയാമെന്നും അഡ്വക്കേറ്റ് ആണെന്നുള്ളത് നമ്മൾ പേഴ്സണലി സംസാരിച്ചിട്ടില്ല, എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എന്തായാലും പിങ്കി നന്നായിട്ട് സംസാരിച്ചു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. അപ്പൊ ഇനി എൻ്റെ ഓഡിയൻസിന് എന്താണ് പറയാനുള്ള, ഭാവി ഇനി ഫ്യൂച്ചറായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഭാവി കാര്യങ്ങൾ? ഇല്ലടാ, അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻഡ് ഒന്നും അല്ല. എന്താ പോകുന്ന പോലെ അങ്ങ് പോണം. ഇപ്പൊ കരിയർ എല്ലാം ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, ഫാമിലി എല്ലാം ഒപ്പം ഇങ്ങനെ കൊണ്ടുപോകണം. ഇതുപോലെ ഓഡിയൻസിന് എന്തെങ്കിലും ഒരു ഇപ്പൊ എന്താ, ഒരുപാട് സന്തോഷം ഇത്ര നേരം എൻ്റെ സംസാരം കേട്ടുകൊണ്ടിരുന്നതിന്. പിന്നെ സുമി കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ടാറ്റാ.